കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ താൽക്കാലിക ജീവനക്കാർ നടത്തിയത് 1 കോടിയോളം രൂപയുടെ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ഇതേ തുടർന്ന് 2 കരാർ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. കട്ടപ്പനയിലെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ 32 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ആഭ്യന്തര ഓഡിറ്റിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് BRC പ്രോഗ്രാം കോർഡിനേറ്ററുടെ പരാതിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന അശോക് വി ജോസഫ്, MIC കോർഡിനേറ്റർ അഞ്ജലി ദാസ് എന്നിവരെ പുറത്താക്കുകയും തുക തിരിച്ചടപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് 1 കോടിയോളം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. 2022 ഏപ്രിൽ 1 മുതൽ ഈ വർഷം ജൂൺ 30 വരെയുള്ള കാലയളവിൽ BRCയിലേക്ക് വന്ന 1 കോടിയോളം രൂപ ഇരുവരും വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് പരാതി. ഇപ്പോൾ പോലീസ് പറയുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1 കോടി രൂപയ്ക്കാണ്. അപ്പോൾ ഇത് കേവലം 2 കരാർ ജീവനക്കാർ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നതരാരൊക്കെയുണ്ടോ അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. വിശദമായ ഓഡിറ്റിംഗിലാണ് 1 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. 4 വർഷത്തിനിടയിലാണ് ഇത്രയും തുക 2 താൽക്കാലിക ജീവനക്കാർ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. വൻ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിട്ടും ഇതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ അധികൃതർ തയ്യാറായിട്ടില്ല. അമൃത ന്യൂസ്, ഇടുക്കി.